പാലക്കാട് എലപ്പുള്ളിയിൽ സ്വകാര്യ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെ സിപിഎം പിന്തുണയ്ക്കില്ല. ഇതൊരു നയപരമായ വിഷയമാണെന്നും ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ തീരുമാനം എടുത്തത് ശരിയല്ല എന്നുള്ള നിലപാടിലാണ് സിപിഐ. ജലചൂഷണത്തെ സിപിഎം എതിർക്കും. 27-ന് ആലപ്പുഴയിൽ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിഷയം ചർച്ച ചെയ്യും. പരിസ്ഥിതി വിഷയങ്ങളിൽ കർശന നിലപാടാണ് സിപിഐയുടേത്. വികസനത്തിന്റെ പേരിൽ മദ്യനിർമ്മാണശാലയെ ഉയർത്തിക്കാണിച്ചത് ശരിയല്ലെന്നാണ് നിലപാട്. അതിനിടെ മദ്യനിർമ്മാണശാല തുടങ്ങാൻ പഞ്ചായത്തിന്റെ അനുമതി വേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവന എലപ്പുള്ളി പഞ്ചായത്തിലെ 1.5 ലക്ഷത്തോളം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പഞ്ചായത്ത് അധ്യക്ഷ കെ രേവതി പ്രതികരിക്കുകയും ചെയ്തു. പാലക്കാട് ഇടതുമുന്നണിക്ക് ഈ പദ്ധതി തിരിച്ചടിയാകുമെന്നാണ് സിപിഐയുടെ നിലപാട്. ഈ അഴിമതിയിൽ സിപിഐയും പ്ലാച്ചിമട സമരത്തിൽ മുൻനിരയിൽ നിന്ന ആർജെഡിയും നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ എം.വി. ശ്രേയാംസ് കുമാറിന്റെ ആർജെഡി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വിഷയത്തിൽ മന്ത്രി എം.ബി. രാജേഷ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. വികസനത്തിന് എതിരല്ലെങ്കിലും വെള്ളം ചൂഷണം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സിപിഐ ഔദ്യോഗികമായി എടുക്കുന്ന നിലപാട് നിർണായകമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുന്നത് LDFന് തിരിച്ചടിയാകുമെന്നാണ് സിപിഐ പക്ഷം. പാലക്കാട് എലപ്പുള്ളിയിൽ സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി യൂണിറ്റിന് അനുമതി നൽകിയത് വിവാദമായ സാഹചര്യത്തിൽ സിപിഐയെ അനുനയിപ്പിക്കാൻ നീക്കം തുടങ്ങിയിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് സിപിഐ ആസ്ഥാനമായ MN സ്മാരകത്തിൽ എത്തിയാണ് എം.ബി. രാജേഷ് ബിനോയ് വിശ്വത്തെ കണ്ടത്. സിപിഐ എതിർത്താൽ പദ്ധതിയിൽ നിന്നും സിപിഎമ്മിനും സർക്കാരിനും പിൻവാങ്ങേണ്ടി വരും. അങ്ങനെ വന്നാൽ പിണറായി സർക്കാരിന്റെ ബ്രൂവറി മോഹം പൊളിയും. എലപ്പുള്ളി പഞ്ചായത്തിന്റെ എതിർപ്പും വെല്ലുവിളിയാണ്. ശുദ്ധജലക്ഷാമം രൂക്ഷമായ മേഖലയിൽ കമ്പനി തുടങ്ങാൻ മുഖ്യമന്ത്രിയും സർക്കാരും വാശി പിടിക്കുകയാണ്. കോടികളുടെ അഴിമതി ഉള്ളതിനാലാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരിൽ ഒരാളായ എം.ബി. രാജേഷും മുഖ്യമന്ത്രിയും കമ്പനിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. ഒട്ടേറെ കാർഷിക പദ്ധതികൾ നടപ്പിലാക്കി സംസ്ഥാനത്തിന് മാതൃകയായ പഞ്ചായത്തിനെ പലപ്പോഴായി അനുമോദിച്ചിട്ടുള്ള കൃഷിമന്ത്രി ഇവിടെ ഇത്തരമൊരു കമ്പനി വരുന്നതിൽ അഭിപ്രായം പറയണമെന്ന് രേവതി ബാബു പറഞ്ഞു. എന്തായാലും ഈ വിഷയത്തിൽ വെള്ളം കൊടുക്കുന്നതിനോട് അവിടുത്തെ ആർക്കും തന്നെ ഒരു രീതിയിലും അംഗീകരിക്കാവുന്ന സംഭവമല്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്യുകയാണ്.